ഇന്ന് നമ്മൾ ചെയ്യുന്നത് യാമിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് വരുന്നത് കണ്ട് ഈ ഒരു പോർഷനിലാണ് വി പോലെ ഒരു ഷേപ്പ് ഉണ്ട്, അവിടെയാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ പിൻടെക്കാണ് കേട്ടോ, സ്ക്വയർ നെക്ക് വന്നിട്ട് പിൻടെക്കാണ്. പിന്നെ ഈ പോർഷനിൽ നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സും ഉണ്ട്, ബീഡ് വർക്കും ഉണ്ട്. ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് സ്ലീവിലും ഉണ്ട് കേട്ടോ, സ്ലീവിലും ആ സെയിം വർക്കാണ്. നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ നെക്കാണ്. പിന്നെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നുണ്ടല്ലോ താഴേക്ക് ഒരു 12.5 അല്ലെ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. രണ്ട് വശത്തു നിന്ന് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം നമ്മൾ റൗണ്ട്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ റൗണ്ട് വരച്ചു കൊടുക്കുക. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം റൗണ്ട് വരയ്ക്കട്ടെ, ഏകദേശം ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു സ്റ്റെമ്മ് വരക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ റഫായിട്ടൊന്ന് സ്റ്റെമ്മ് വരച്ചു കൊടുക്കുകയാണ്. പിക്ചർ നോക്കിയപ്പോൾ ചെറിയൊരു ഡിഫറൻസ് സ്റ്റെമ്മിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ സെൻറ്ററിലും ഇതുപോലെ ഒരു ചെറിയ സ്റ്റെമ്മുണ്ട്. ഇനി നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ബ്ലൂ കളറിലുള്ള ഷുഗർ ബീഡ്സാണിത്. അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലെ ബീഡ്സ് എടുക്കാം. പിന്നെ കട്ട് ബീഡ്സ്, ഞാനിവിടെ റെയിൻബോ കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന 2 ത്രെഡ്, അപ്പോൾ ഞാനിവിടെ റെഡും പിങ്കുമാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏതാണ് കളർ വേണ്ടത് അത് നമുക്കെടുക്കാം. ആദ്യം നെക്കിൻ്റെ ബോർഡറിലാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലാണ് ബീഡ്സ് ഇളകി പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് നല്ല കേട്ടോ. അപ്പം നമ്മൾ വർക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്ക് പോകാതെയൊക്കെ ഇരിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ 12 ആണ്. 12ഓ 7ഓ ഒക്കെ നമുക്ക് നീഡിലെടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഇല്ലേ, ആ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യേണ്ടത്. ഇനി ആ റൗണ്ട് ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് പെറ്റൽ പോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ആ ഫ്ലവറിൻ്റെ ഔട്ട്ലൈന് നമ്മൾ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഷുഗർ ബീഡ്സ് വെച്ച് അതേ രീതിയിൽ തന്നെ ഓരോരോ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്ക് റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ നീഡിലെടുക്കുക, എന്നിട്ട് 2 തവണ ചുറ്റിയിട്ട് കുറച്ച് ലൂസായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ താഴേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ ബോർഡറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ബോർഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അകത്തേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ.
ഇപ്പം നമ്മളിവിടെ ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ റെഡ് കളറുള്ള ഫ്ലവർ, ഇവിടെ പിങ്ക് ഫ്ലവർ. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഫ്ലവറിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് നമുക്ക് ഓരോ റൗണ്ട് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റെമ്മിൽ കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ കട്ട് ബീഡ്സ് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ആ നീഡിലേക്ക് നമുക്കൊരു 3 ഷുഗർ ബീഡ്സ് അല്ലെങ്കിൽ 4 ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലീഫ് വരുമ്പോൾ ഞാൻ ബ്ലൂ കളറുള്ള ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.